ഇതെല്ലാം കേട്ട ആസുറ ബീവിയുടെ വേലക്കാരനായ സെയ്ദ് ചോദിച്ചു, ഞാൻ എന്താണ് നിങ്ങൾക്ക് ചെയ്തു തരേണ്ടത്? അവർ പറഞ്ഞു, ആസുറ ബീവി, തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി വുളു എടുക്കാൻ പുറത്തിറങ്ങുമ്പോൾ നീ മുൻവാതിലിലെ ലോക്ക് അയച്ചു മാറ്റണം. പുറത്തു നിന്ന് വാതിൽ തള്ളിയാൽ വാതിൽ തുറയുന്ന രൂപത്തിലാക്കി വെക്കണം. എന്നിട്ട് ആരും കാണാതെ അസുറയുടെ ബെഡ്റൂമിൽ കയറി ഒളിച്ചിരിക്കണം. അവൾ വുളു എടുത്തു വരുമ്പോൾ നീ അവളെ കയറി പിടിക്കണം. നിങ്ങൾ 2 പേരും ബെഡിലേക്ക് മറിഞ്ഞു വീഴണം. അപ്പോൾ പെട്ടെന്ന് ഞങ്ങൾ വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് വരും. വ്യഭിചരിച്ചവൻ നീയും. അത് കണ്ട് സാക്ഷികളായ ഞങ്ങൾ 4 പേരും രാജാവിൻ്റെ മുമ്പിൽ സാക്ഷികളായി നിന്നാൽ ഇസ്ലാമിൻ്റെ നിയമപ്രകാരം ആസുറ ബീവിക്ക് വധശിക്ഷ ഉറപ്പാകും. പക്ഷേ നിന്നെ ഞങ്ങൾ രക്ഷപ്പെടുത്താം. ഈ കാര്യം അബ്ദുറഹ്മാൻ്റെ 4 കൂട്ടുകാർ സെയ്ദിനോട് പറഞ്ഞപ്പോൾ സെയ്ദ് പറഞ്ഞു, പടച്ചവനെ ഭയപ്പെട്ട് ജീവിക്കുന്ന മഹതിയായ അവരെ ചതിക്കാൻ ഞാൻ ഒരുക്കമല്ല. പക്ഷേ അവർ 4 പേരും കൂടെ കാശ് കൊടുത്ത് സെയ്ദിനെ അവരുടെ ഭാഗത്താക്കി. അന്ന് രാത്രി ഈ ചതി അറിയാതെ നമ്മുടെ ആസുറ ബീവി പതിവ് പോലെ തഹജ്ജുദിന് എണീറ്റ് പുറത്തേക്ക് പോയപ്പോൾ സെയ്ദ് താൻ മുൻ നിശ്ചയിച്ച പ്രകാരം മുൻവാതിലിൻ്റെ ലോക്ക് അയച്ചു മാറ്റി. ശേഷം ആസുറ ബീവിയുടെ ബെഡ്റൂമിൽ ഒളിച്ചിരുന്നു. ആസുറ ബീവി വുളു എടുത്ത് തിരിച്ചു വന്ന് തൻ്റെ ബെഡ്റൂമിൽ നിസ്കരിക്കാൻ ഒരുങ്ങുന്ന സമയത്ത് ഒളിച്ചിരിക്കുന്ന സെയ്ദ് ആസുറ ബീവിയെ കടന്നു പിടിച്ചു. 2 പേരും ബെഡിലേക്ക് മറിഞ്ഞു വീണു. അവർ 2 പേരും ആകെ പിടിയും ബഹളവുമായി. പെട്ടെന്ന് അബ്ദുറഹ്മാൻ്റെ കൂട്ടുകാർ മുൻ നിശ്ചയിച്ച പ്രകാരം 4 പേരും പുറത്തു നിന്നും വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് വന്നു. അപ്പോൾ അവർ കാണുന്ന കാഴ്ച, ഇവർ 2 പേരും സെയ്ദും ആസുറ ബീവിയും ആകെ പിടിവലി കൂടുന്നതാണ്. ഈ 4 കൂട്ടുകാരും അപ്പോൾ പറഞ്ഞു, ഹജ്ജിന് പോയ അവസരത്തിൽ റാണിക്ക് ഭൃത്യനുമായി വീഴ്ചയോ? ആ കൂട്ടുകാരിൽ ഒരുത്തൻ പരിഹാസസൂചകമായി ചോദിച്ചു. എൻ്റെ റബ്ബേ, ഞാൻ എന്താണ് ഈ കേൾക്കുന്നത്? ആസുറ ബീവി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞാൻ നിരപരാധിയാണ്. അംഗശുദ്ധി ചെയ്യുന്ന നിസ്കാരത്തിനൊരുങ്ങിയ എൻ്റെ പിന്നിലൂടെ വന്ന് ബലാത്സംഗത്തിന് ശ്രമിച്ച നീചനാണ് സെയ്ദ്. അപ്പോൾ സെയ്ദ് പറഞ്ഞു, ആസുറ പറയുന്നത് ശുദ്ധ കളവാണ്. അവർ എന്നെ എന്തോ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി രഹസ്യ വീഴ്ചയ്ക്ക് ആവശ്യപ്പെടുകയായിരുന്നു. ആ 4 പേരും വിളിച്ചു പറഞ്ഞു, എല്ലാം ഞങ്ങൾക്ക് മനസ്സിലായി. ഒരു പതിവ്രതയായ റാണി വന്നിരിക്കുന്നു. ഞങ്ങൾ ഇത് രാജാവിനോട് റിപ്പോർട്ട് ചെയ്യും. അരുതേ, എന്നെ അപമാനിക്കരുതേ, ഞാൻ നിരപരാധിയാണ് എന്ന് തുടങ്ങിയ യാചനയുടെ വാക്കുകൾ ആസുറ ബീവി പറഞ്ഞിട്ടും അവരാരും ചെവി കൊണ്ടില്ല. അങ്ങനെ കേസ് കോടതിയിലെത്തി. ബീവി കരഞ്ഞ് കരഞ്ഞ് എല്ലാം അള്ളാഹുവിൽ ഭരം ഏൽപ്പിച്ചുകൊണ്ട് അവനിൽ സുജൂദിലായി വീണു. ജനകീയ കോടതിയിൽ ആസുറ ബീവിയുടെ കേസ് വിചാരണക്കായി വന്നു. വ്യഭിചാരം ചെയ്യുന്നത് നേരിൽ കണ്ടുവെന്ന് ഒരേ സ്വരത്തിൽ പറയുന്ന 4 സാക്ഷികൾ. ആസുറ ബീവി തന്നെ രഹസ്യവേഴ്ചയിലേക്ക് ക്ഷണിച്ചുവെന്ന്, താൻ അവരുമായി വ്യഭിചരിച്ചു എന്നും ആവർത്തിച്ചു പറയുന്ന സെയ്ദ്. ഏത് കോടതിക്കും ഇതിൽ പരം എന്ത് തെളിവാണ് വേണ്ടത്? ഞാൻ നിരപരാധിയാണ്, എന്നെ കരുതി കൂട്ടി ചതിച്ചതാണ് എന്നുള്ള കരിങ്കലിനെ പോലും അലിയിക്കുന്ന രീതിയിലുള്ള ബീവിയുടെ അപേക്ഷകൾക്കായി അവിടെ ആരും തയ്യാറായില്ല. തന്നെയുമല്ല, നീതി നടപ്പാക്കേണ്ട ഭരണാധികാരിയാണ് ന്യായാധിപ സ്ഥാനത്തിരിക്കുന്നത്. പക്ഷേ അയാളുടെ ആവശ്യം ആസുറ ബീവിയെ ശിക്ഷിക്കണമെന്നുള്ളതാണ്. പിന്നെങ്ങനെയാണ് മറച്ചു ചിന്തിക്കുക? ഒരു ദാക്ഷിണ്യവും കാട്ടാതെ അബ്ദുറഹ്മാൻ വിധി പ്രഖ്യാപിച്ചു. ഇവിടെ ആസുറ ബീവി സയ്യിദ് എന്ന ഭൃത്യനുമായി അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് പകൽ വെളിച്ചം പോലെ തെളിഞ്ഞിരിക്കുന്നു. ആരാണ് പ്രേരിപ്പിച്ചത് എന്ന കാര്യത്തിൽ മാത്രമേ തർക്കമുള്ളൂ. അതിപ്പോൾ പ്രസക്തമല്ല. ആസുറ ബീവി വ്യഭിചാരം നടത്തി, അതാണ് പ്രശ്നം. ഇവിടെ രാജപത്നിയാണ്, വിശിഷ്യ എൻ്റെ സഹോദരൻ്റെ ഭാര്യയാണ്. അതൊന്നും നീതി നടത്തുന്നതിൽ നിന്നും എന്നെ പിന്തിരിപ്പിക്കുകയില്ല. എൻ്റെ സഹോദരനാണെങ്കിൽ പോലും ഈ അവസരത്തിൽ മറിച്ചൊരു വിധി എഴുതൽ സാധ്യമല്ല. അതുകൊണ്ട് ഞാൻ പ്രഖ്യാപിക്കുന്നു, സെയ്ദ് എന്ന ഭൃത്യൻ അവിവാഹിതനായതുകൊണ്ട് അവനെ 100 അടിയടിച്ച് നാടുകടത്തുക. അടുത്ത വിധി പ്രഖ്യാപിക്കാൻ സങ്കടമുണ്ടെങ്കിലും പക്ഷേ അത് നടപ്പിലാക്കാതെ കഴിയില്ല എന്നതുകൊണ്ട് ആസുറ ബീവി വിവാഹിതയാണ്. വിവാഹിതർ വ്യഭിചരിച്ചാലുള്ള ശിക്ഷ മരിക്കുന്നത് വരെ കല്ലെറിഞ്ഞു കൊല്ലലാണ്. ആരെവിടെ? ഈ വിധികൾ ഉടൻ നടപ്പാക്കട്ടെ എന്ന് അബ്ദുറഹ്മാൻ ആയ അബ്ദുള്ള രാജാവിൻ്റെ അനിയൻ പ്രഖ്യാപിക്കുകയാണ്. വിധി കേട്ടപ്പോൾ ആസുറ ബീവി പൊട്ടിക്കരഞ്ഞുപോയി. പിറ്റേ ദിവസം ശിക്ഷ നടപ്പിലാക്കാൻ കല്ലെറിഞ്ഞു കൊല്ലാൻ ഹദ്ദുകുഴിയുടെ മുമ്പിലേക്ക് ആസുറ ബീവിയെ കൊണ്ടുവന്നു. ആ സമയത്ത് തന്നെ കല്ലെറിഞ്ഞു കൊല്ലുന്നത് കാണാൻ കൂടി നിന്നവരോട് ആസുറ ബീവി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു,
അല്ലയോ നാട്ടുകാരെ, എൻ്റെ ഭർത്താവ് ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വന്നാൽ നിങ്ങൾ അദ്ദേഹത്തോട് പറയണം, ഈ ആസുറ മനസ്സുകൊണ്ട് പോലും ഒരു തെറ്റ് ചെയ്തിട്ടില്ല. ഇവർ എന്നെ ചതിയിൽപ്പെടുത്തിയതാണ്. എൻ്റെ ഭർത്താവല്ലാതെ ഒരു പുരുഷൻ അങ്ങനെ ഒരു ചെറിയ ചിന്ത പോലും എനിക്ക് വന്നിട്ടില്ല. മഹതിയായ ആസുറ ബീവി എല്ലാം അള്ളാഹുവിൽ വരമേൽപ്പിച്ചുകൊണ്ട് ഹദ്ദ് കുഴിയിലേക്ക് ഇറങ്ങി നിന്നു.